KSRTCയെക്കുറിച്ചൊരു ചർച്ച നിയമസഭയിൽ നടന്നു. KSRTCയിലെ INTUC നേതാവ് കൂടിയായ വിൻസെൻ്റ് MLA ആണ് വിഷയം ഉന്നയിച്ചത്. മാസാദ്യം ശമ്പളം കൃത്യമായി കൊടുക്കണമെന്നും ചില കാര്യങ്ങൾ ചെയ്യണമെന്നുമൊക്കെ മന്ത്രിക്കുണ്ട്. പക്ഷേ വല്ലതും നടക്കുമോ? വിൻസെൻ്റിൻ്റെ ചോദ്യം. ഡ്രൈവിംഗ് സീറ്റിൽ താനുണ്ടെങ്കിൽ നടപ്പാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. അങ്ങ് വളരെ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഓടാത്ത ബസ്സിനുള്ളിൽ നിന്ന് ഓടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് അങ്ങയുടെ ഈ പ്രഖ്യാപനങ്ങളും മീറ്റിങ്ങുകളും എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്ന അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കും. ബിജു, ആ രാമോഹത്തെ ട്രിപ്പ് ഒന്ന് എടുക്കടേ. അതിന് ശമ്പളം കിട്ടട്ടെ സാറേ. എനിക്കും ശമ്പളം കിട്ടിയിട്ട് കുറെ നാളായി. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ് സാർ. ഇന്ന് വരെ കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. ചേട്ടാ, കണ്ടക്ടർ കയറിയില്ലെന്ന്. കായലിൽ താക്കാൻ കൊണ്ടുപോണ ഈ സാമാനത്തിന് എന്തിനാ കണ്ടക്ടർ? അവനൊക്കെ ഭരിക്കാമെന്ന് കട്ട് മുടിപ്പിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിച്ചളഞ്ഞ് നാറികള്. 30 ദിവസം ജോലി ചെയ്തിട്ട് ശമ്പളത്തിന് വേണ്ടി പണിമുടക്കേണ്ടി വരുന്ന ഗതികേടാണ് സാർ ഈ KSRTCയിലെ ജീവനക്കാർക്കുള്ളത്. നല്ലൊരു ഷഡ്ഡിയെങ്കിലും വാങ്ങി ചിട്ടൂടായോളൂ. KSRTC ജീവനക്കാരുടെ ജട്ടി കയറിയിട്ട് കാലങ്ങൾ കുറെ ആയി സാറേ. മുണ്ടഴിച്ച് നോക്കണം, പല മാന്യന്മാരുടെ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും. ജീവനക്കാരൻ കഞ്ഞി കുടിച്ചോ എന്ന് അന്വേഷിക്കാതെ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ KSRTCയിൽ നടക്കുന്നത് എന്ന പരാതിയും കോവളം MLAക്കുണ്ട്. സാറേ, ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ സാറേ, ഈ KSRTC തൊഴിലാളികൾ കള്ളു കുടിച്ചോ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് അവൻ കഞ്ഞി കുടിച്ചോ എന്ന് കൂടി പരിശോധിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ. സർക്കാർ കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. സർക്കാർ എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കും. പക്ഷെ കള്ളു കുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. ആ ഓലെടുത്തേ, നെറ്റ്സ് എടുത്തു. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാൽ അവർക്ക് മാത്രമല്ല, റോഡിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാണ്. വെള്ളം അടിച്ചോ? അല്ല, വെള്ളം ഒഴിച്ചോ? എഞ്ചിൻ തിളച്ചു മറിയാണ്. ഒരു മഗ് ഒഴിച്ചപ്പോ എഞ്ചിൻ ഭയങ്കര സുഖം. കള്ളു കുടിച്ച് വണ്ടിയോടുപ്പ് നിർത്തിയതിന് ശേഷം കഴിഞ്ഞ 12 ആഴ്ചക്കിടയിൽ KSRTCയിൽ ഒരാഴ്ചയിൽ KSRTCയുടെ വണ്ടി ഇടിച്ച് മരിച്ചിരുന്നവരുടെ 7, 8, 6 ഇങ്ങനെയും. ഇപ്പോൾ അത് സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കണം, 2, 3 അതിലേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന് പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിക്കാർ ഒഴികെയുള്ളവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. വടകരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൻ്റെ പിൻഗാമി നിർദ്ദേശിക്കാൻ ഷാഫി പറമ്പലിൻ്റെ അവകാശമാകും നേതൃത്വം അംഗീകരിച്ചു കൊടുത്തേക്കുക. പാർട്ടി തീരുമാനിക്കാതെ, പക്ഷെ അത് പരസ്യമായി പറയാൻ സ്ഥാനാർത്ഥി സാധ്യതക്കാർക്ക് പോലും അവകാശമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പക്ഷെ യുവപ്രാതിനിധ്യം വേണം എന്ന് യൂത്ത് കോൺഗ്രസിന്റെ മറ്റു ഭാരവാഹികൾക്ക് ആവശ്യപ്പെടാമല്ലോ. ഇവിടെ ഒരു നേതാവ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്താ, രാഹുൽ മാങ്കൂട്ടത്തില. ഇനിയിപ്പോൾ അടുത്ത കൺട്രോൾ നിങ്ങൾ പാലക്കാട് നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഷാഫിനെ പിടിച്ചിട്ട് ഇവിടെ നിർത്തിയത്. ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ധാരണ പ്രകാരം സീറ്റ് യൂത്തിന് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതിലിപ്പോ എന്താ ഒരു സംശയം?
ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവൂവേ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഏത് സീറ്റിലും യുവ പ്രാതിനിധ്യം വേണമെന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ കാലമായിട്ടുള്ള ആവശ്യമാണ്. അത് പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും മറ്റേത് സീറ്റുകളിലാണ്. പാർട്ടി അത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നടക്കില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന യുവ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കാം, യുവ പ്രാതിനിധ്യം ചേലക്കരയിൽ മാത്രമാണോ പാലക്കാട്ടും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടോ? പാലക്കാടോ ചേലക്കരയോ അടക്കമുള്ള ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് അത് തീരുമാനിക്കേണ്ടുന്ന ആളുകൾ ആ തീരുമാനിക്കേണ്ടുന്ന ആളുകൾ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, പ്രതിപക്ഷ നേതാവ്, PCC അധ്യക്ഷൻ, കേരളത്തിൽ നിന്നുള്ള ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ചേർന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇതുവരെ അവർ ഇരുന്നിട്ട് കൂടിയില്ല. പാർട്ടി തീരുമാനം എന്തായാലും അനുസരിക്കുമോ? എങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവ പ്രാതിനിധ്യമല്ലാതെ മറ്റെന്തെങ്കിലും മാനദണ്ഡം പരിഗണിക്കണമോ? അപ്പൊ പാർട്ടി എന്നോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മത്സരിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാൻ ഓപ്ഷനില്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ. ഏതൊരു സീറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തെയും ക്രൈറ്റീരിയ വിന്നബിലിറ്റി ആകണം. ആ വിന്നബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാരാണോ അവരെ പാർട്ടി തീരുമാനിക്കും. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാം.